ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ചക്കരേ സ്വാഗതം. അമ്മാ സ്വാഗതം. അല്ല, എന്തൊക്കെ വിശേഷം? താക്കോലില്ല. ഇതില് താക്കോൽ എവിടെ ചക്കരേ? നിങ്ങളല്ലേ പറഞ്ഞു കാറിൽ താക്കോൽ ഉണ്ടാവുന്നു. ആ സൈഡ് തുറന്നു നോക്കാ, ഡ്രൈവർ സൈഡ് തുറന്നു നോക്കാ. ആയോ? അപ്പോൾ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഗേസ്. അപ്പോൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണ്? വെള്ളുവനാട്. അപ്പോൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം, ഏറെക്കാലത്തിന് ശേഷം അങ്ങനെ ഞങ്ങൾ വള്ളുവനാട്, നീണ്ട കാലത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വള്ളുവനാട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. 4 മാസം നീണ്ട കാലം തന്നെയാണ്. 4 മാസമായപ്പോൾ എത്ര ദിവസമായി? ഒരു കൊല്ലമൊന്നല്ല നീണ്ട കാലം. 4 മാസമാണെങ്കിലും നീണ്ട കാലം അല്ലേ ചക്കരെ? അല്ലേ? അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വീണ്ടും പോവാണല്ലേ? അപ്പോൾ കേസ് ഇന്ന് അങ്ങനെ ചക്കരനെ വീണ്ടും വള്ളുവനാട് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എത്ര 4 മാസം ആയില്ലേമ്മ? 4 മാസത്തിന് ശേഷം വീണ്ടും കാണിക്കണം. എല്ലാ ഫയലൊക്കെ എടുത്തോ ഇവിടുത്തെ അത് ആ തണുത്ത വെള്ളത്തിൻ്റെ അല്ല, ഇവിടെ ആദ്യം കാണിച്ച ഫയല്, പിന്നെ നമ്മളെ അവിടെ കൊല്ലത്ത് കാണിച്ച ഫയലൊക്കെ എടുത്തോ? ഒക്കെ ഉമ്മ അവിടെ സെപ്പറേറ്റ് ആക്കിയാണ് തന്നത് എന്ന് പറഞ്ഞു. ഒക്കെ വേറെ വേറെ തിരിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മിക്സ് ഒന്നും ആയിട്ടില്ലല്ലോ? ആയിട്ടില്ല. ഇപ്പൊ പോയ ടോക്കൺ കിട്ടൂലേ? എന്നാ പിന്നെ കേറിക്കോളി മക്കളെ, കേറിക്കോളി. അത് തുറന്നല്ലോ. ലോക്കില് കേറിക്കോളി മക്കളെ. എന്തേ അങ്ങനെ? ഓക്കെ, അങ്ങനെ നമ്മൾ ഇതെന്താ സാധനം റബ്ബേ? എന്താ അളിയൻ്റെ സാധനങ്ങളാണ് കേട്ടോ. കടന്നോട്ടെ കേസ്. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടുത്തെ ഹോസ്പിറ്റലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വേഗം കയറാനും ഡോക്ടറെ കാണാനൊക്കെ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ നടക്കൂല. ഇവിടെ നല്ല തിരക്കുള്ളതാണ്. മുന്നേ ടോക്കണൊക്കെ എടുക്കണം. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനി പോയാൽ തന്നെ അറിയുള്ളൂ എന്താണ് അവസ്ഥ എന്ന്. ഇനി സ്കാനിങ്ങിന് പറയുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതായത് നമുക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് പോയേക്കാം. പോയിട്ട് ഡോക്ടർ എന്തൊക്കെയാണ് പറയണത്, റിസൾട്ടൊക്കെ കണ്ടിട്ട് എന്തൊക്കെ, പിന്നെ ഡോക്ടറിൻ്റെ പുതിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം അല്ലേ? ഓക്കെ, പോകാനാല്. ഓക്കെ, ഹായ് ഗേസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് പരിചയപ്പെടുത്തരാം. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആണ്. നമ്മുടെ മുഖത്ത് മോക്കുലൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടത്. അപ്പോൾ ക്ലിനിക്കലി ഈ ഒരു ഫേസ് വാഷ് കൊണ്ട് നമ്മുടെ മുഖത്തെ പൂർണ്ണമായിട്ടുള്ള പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ ഇവർ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 100% നാച്ചുറലി ഡിറൈവ്ഡ് നീമാണ് ഇതിലുള്ളത്. ആന്റി ബാക്ടീരിയൽ പ്രവർത്തനങ്ങൾക്ക് പേരായിട്ട് ഒന്നാണ് വേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഫസ്റ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് വർക്ക് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, മാത്രമല്ല മറ്റുള്ള ഫേസ് വാഷിലേക്ക് അപേക്ഷിച്ചിട്ട് ഈ ഒരു ഫേസ് വാഷിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിലേക്ക് ഞാൻ ഈ ഫേസ് വാഷ് എടുക്കാനാണ് കേട്ടോ. ചെറിയൊരളവിൽ എടുത്തതിന് ശേഷം ഇതിൻ്റെ കയ്യിലേക്ക് ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാൻ കേട്ടോ ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 കൈകളും ഉപയോഗിച്ച് ഈ ഒരു ഫേസ് വാഷ് നല്ലപോലെ ഫോം രൂപത്തിലാക്കി എടുക്കണം. അതിനുശേഷം ഞാൻ എൻ്റെ മുഖത്ത് വൃത്താകൃതിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് ഈ ഫേസ് വാഷ് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ മുഖത്ത് മോക്കിലുണ്ടാകുന്ന 99.9% ബാക്ടീരിയകളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുഖത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ മോക്കിൽ മാറ്റാനൊക്കെ ഉള്ള രൂപത്തിലാണ് ഈ ഒരു ഫേസ് വാഷ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫേസ് വാഷ് സോപ്പ് ഫ്രീയും ആണ്, പാരബൻ ഫ്രീയും ആണ്. അങ്ങനെ ഞാൻ ഈ ഫേസ് വാഷിൻ്റെ മുഖത്തുനിന്ന് നല്ലപോലെ ഒന്ന് കഴുകി കളയാൻ കേട്ടോ. അതിനുശേഷം ഞാനൊരു ടവൽ എടുത്തിട്ട് എൻ്റെ മുഖം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്, തുടച്ച് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രാഞ്ചിൽ നല്ലപോലെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫേസ് വാഷ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. ഓക്കെ കേസ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെ ഇറങ്ങിക്കോളി, എന്നിട്ട് ടോക്കൺ എടുത്തോളി ഇവിടെ നിന്ന്. പിന്നെ അതാ പേഴ്സ് വെച്ചോ, പൈസ അതിലുണ്ട്, അതെടുത്തോ. അപ്പോഴത്തേക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് തരാം കേട്ടോ, വെറുതെ നിങ്ങൾ നടക്കണ്ടല്ലോ. കേസ് അങ്ങനെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ടുണ്ട്. നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. കേസ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ റിലയൻസ് മാളിൽ വന്നിരിക്കുകയാണ്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ട് ചക്കരക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഇത്രയും നാളിന് ശേഷം ഡോക്ടറെ കാണാൻ വന്നില്ല. അപ്പോൾ ഡോക്ടറെ കണ്ടു, ഡയറ്റീഷ്യനെ കണ്ടു, കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വീടെത്തിയിട്ട് പറഞ്ഞുതരാം. സാധനം വാങ്ങാൻ ഏതാ വാങ്ങണം? ഗ്രീൻ ആപ്പിൾ അല്ലേ നോക്കണേ? അവരുടെ സാധനം ഇവിടെ ഇല്ലേ? നോക്കാം പോരെ, നോക്കാം അവിടെ ഉണ്ടാവും. ഇല്ല, ഇളനീര് വേണോ? ഇളനീര് പറ്റില്ല. സോറി എന്നോട് ക്ഷമിക്ക്. ഷുഗർ തീരെ പറ്റൂല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര പ്രശ്നമാണ്. ഷുഗർ അടുത്തൂടെ പോയിരുന്ന ചക്കര പറഞ്ഞിരിക്കണേ. സലാഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അതാ ഇവിടെ ഉണ്ട്, ഇവിടെ പിയേഴ്സോ അത് വേണമെന്ന് പറഞ്ഞു. അല്ല, പിയേഴ്സ് കഴിക്കാൻ പറഞ്ഞു.
എന്നാൽ കിവി ഇവിടെ ഉണ്ട് കുറച്ച്. അപ്പോൾ ഗ്രീൻ ആപ്പിൾ എടുത്തോ, കിവി എടുത്തോ, അതും എടുത്തോ. അപ്പോൾ ഞാനൊരു ഗ്രീൻ ആപ്പിൾ എടുത്തു, ഏകദേശം ഒരു 2 കിലോളം ഉണ്ടാവും. പിന്നെ അതാ 2 വെട്ടി കിവി എടുത്തു. പേഴ്സ് അത് മതിയോ? അത് മതി. അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ വില നോക്കട്ടെ, 330 രൂപ. ഇതോ തന്നെ പേഴ്സ് 330 രൂപ തന്നെ. കിട്ടാത്ത സാധനങ്ങളായതുകൊണ്ട് അത്യാവശ്യം വിലയുണ്ട്. ഈ ഒരു സാധനം നമ്മുടെ നാട്ടിലിവിടെ ഇല്ല കേട്ടോ, ഇത് പാലക്കാട് മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ലുലു മോളിലൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മളവിടെ ചെറിയ ഫ്രൂട്ട്സ് കടയിലോ അല്ലെങ്കിൽ ചെറിയ ടൗണിലോ ഒന്നും ഉണ്ടാവില്ല ഈ സംഭവങ്ങൾ. ഈ മാളുകളിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടാത്തതുകൊണ്ട് അതിന് വിലയും കൂടും. ഏത് അടുത്തത് ഇത് വേണ്ടേ? സലാഡ് കഴിക്കാനല്ലേ ഇറങ്ങി? സലാഡിനുള്ള സാധനം ഞാനൊക്കെ റെഡിയാക്കി തരാം കേട്ടോ. സലാഡിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ ജെർജർ ഉണ്ടോ? നമ്മൾ ഗൾഫിൽ ജെർജർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് പാലക്കാണ് തോന്നുന്നു സാധനം. ഓക്കെ, അപ്പോൾ അതായി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടെത്തിയപ്പോൾ നമ്മൾ കൂടി ഒരു കുഞ്ഞ് അതിഥി കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ ആരാണിത്? കുഞ്ഞതിഥി ആരാ ഇരിക്കണത്? ഗൈസ് അലമോൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ കൂടി. എവിടെയാണ്? എങ്ങോട്ടാ പോണത് നിങ്ങള്? അപ്പൊ ഇവര് വേറെ എങ്ങോട്ടാ പോവാ ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. നമ്മൾ പോയിട്ട് വന്നേല് അടി കിട്ടി ചക്കരയാണ് മാറിയെന്നോ. ചാറ്റ പറ നോക്കട്ടെ, ഒരു ചാറ്റ എടുക്ക്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരു ചാറ്റ പറഞ്ഞു പറ. ടാറ്റ കൊടുക്ക്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ചാറ്റ കൊടുത്താൽ നോക്കട്ടെ. ടാറ്റാ എങ്ങനെ പൊന്നെ പറയല്? ഓക്കെ ഗൈസ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറഞ്ഞു തരാം. എന്തൊക്കെയാ ചക്കര ഡോക്ടർ പറഞ്ഞത്? റിസൾട്ടുകളൊക്കെ നമ്മൾ ഫുള്ള് കാണിച്ചില്ലേ? നമ്മൾ കൊല്ലത്തെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അടുക്കി വെച്ച പ്രകാരം ഒക്കെ കാണിച്ചു ഡോക്ടർ. നമ്മളിവിടുത്തെ ബുക്കിലൊക്കെ നോട്ട് ചെയ്തു. പിന്നെ വേറെ എന്തൊക്കെയാ പറഞ്ഞത്? ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് 30 ആഴ്ച. ഡോക്ടർ നോക്കുമ്പോൾ ആകെ ഡോക്ടർ ഇവിടെ 12 ആഴ്ച വരെ നോക്കിയിട്ടുള്ളൂ. അതിന് ഒറ്റയടിക്ക് 30 പറഞ്ഞപ്പോ എങ്ങനെയാ 30 ആഴ്ച? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേറെ ചികിത്സിച്ച് അതിലെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പിന്നെ ചക്കരക്ക് വെയിറ്റ് നോർമലാണ്, പക്ഷെ വയറിപ്പുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വലിപ്പുണ്ട്. പിന്നെ ഷുഗറും ചെറിയ അളവിൽ ഷുഗർ ചെറിയൊരു തോതിലുണ്ട്. അപ്പോൾ ആഹാരം പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുക. അവിടുത്തെ ഡോക്ടർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇല്ലല്ലോ, അത് പറഞ്ഞിട്ടില്ല. കണ്ടു വന്നു. അപ്പോൾ ആദ്യം ഡോക്ടർ പറഞ്ഞു ആഹാരങ്ങൾ, അതായത് ഒരു ദിവസം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മാത്രം കഴിക്കുക. അത് നേന്ത്രപ്പഴമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഗ്രീൻ ആപ്പിളോ കിവിയോ പിന്നെ പേഴ്സോ നമ്മളെ വാങ്ങിയ സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അത് ഒരു ദിവസം ഒരെണ്ണം മാത്രം കഴിക്കുക. പിന്നെ 3 നേരമായിട്ട് കഴിക്കാനുള്ള അയൺ ഗുളിക, കാൽസ്യം ഗുളിക, പിന്നെ വൈറ്റമിൻ ഗുളികയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഷുഗറിൻ്റെ ഗുളിക ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും 2 നേരം അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയ്സ്, എക്സസൈസ് ചെയ്യുക. അതായത് പണികളെടുക്കുക, പണികളിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. അടുക്കള പണികൾ ചെയ്യുക, അടിച്ചു വാരുക, തുടയ്ക്കുക. പിന്നെ ഇതാണ്ടോ ഈ ഇതേപോലത്തെ കോണിപ്പടി ഉണ്ടോ, ഇത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ 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 എവിടെ ഇങ്ങോട്ട് നോക്കണം കേട്ടോ, ഇങ്ങോട്ട് നോക്കണം. ഇങ്ങനെ 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 കയറുക, ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങുക. കാരണം അതിൽ ഒരു കുഴപ്പമില്ല. സന അപ്പടി തന്നെ പണണം, സ്റ്റെപ്പെല്ലാം കയറി പോണല്ലേ? പോണമോ വേണ്ടയാ? പോണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ കയറാനും ഇറങ്ങാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ഡോക്ടർ, തിരുവാതിര കളിക്ക് നമ്മൾ അരമണ്ഡലത്തിൽ ഇരിക്കൂലേ, അതെങ്ങനെ അറിയോ? ഇങ്ങനെ 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 ഇരിക്കൂലേ? ചക്കരോട് ചോദിക്കുകയാണേ, സ്കൂളിൽ തിരുവാതിര കളിച്ചിട്ടില്ലേ? അപ്പോൾ തിരുവാതിര കളിക്കും പോലെ നമ്മൾ അരമണ്ഡലത്തിൽ ഇരിക്കുമല്ലോ, അതേപോലെ ഇരുന്നിട്ട് TV കാണുക, പത്രം വായിക്കുക ഒക്കെ ചെയ്യാൻ. അപ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോയവർക്കല്ലേ പിന്നെ ഡോക്ടറെ തിരുവാതിര കളി എന്താണെന്ന് അറിയുള്ളൂ. അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കണത് അതേപോലെ അരമണ്ഡലത്തിലിരിക്കുക, പിന്നെ നീക്കുക. അതെ, 10 പ്രാവശ്യം. 10 പ്രാവശ്യം അതെങ്ങനെയാണെന്നറിയോ? 10 പ്രാവശ്യമല്ല, അതായത് അങ്ങനെ അരമണ്ഡലത്തിൽ ഇരിക്കുക, 10 വരെ എണ്ണുക, നീക്കുക, വീണ്ടും ഇരിക്കുക, 10 വരെ എണ്ണ നീക്കുക. അങ്ങനെ ഒരു 10 സെറ്റായിട്ട് ചെയ്യുക. അങ്ങനെ പറഞ്ഞിരിക്കണേ. പിന്നെ രാവിലെയും വൈകുന്നേരവും നല്ലപോലെ നടക്കുക. ആഹാരത്തിന് ശേഷം നടക്കുക. ആഹാരം കഴിച്ചതിന് ശേഷം ഉടനെ കിടക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ 3 നേരവും രാവിലെ ഉച്ചയ്ക്ക് 10-15 മിനിറ്റ് നടക്കുക. അത് കുറച്ചധികം നടന്നാലും കുഴപ്പമൊന്നുമില്ല. എന്താ അതെ അതെ, ഈ ഡോക്ടർ അതല്ലായിരുന്നു. ഈ ഡോക്ടർ എക്സസൈസ് ഉൾപ്പെടെ. അതുകൊണ്ടാണ്
പിന്നെ പറഞ്ഞാൽ ബാക്ക് പെയിൻ വരും നടക്കുന്ന പറയാം. അപ്പൊ പറ്റണ പോലെ ഒന്നും നടത്തും, കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ 3 നേരം ആഹാരം കഴിച്ചതിന് ശേഷം കുട്ടീൻ്റെ ആ ഒരു വെയിറ്റ് 4 പ്രാവശ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ വയറിൽ ഇപ്പോൾ ആഹാരത്തിന് ശേഷം വയറിൽ ഇങ്ങനെ കൈ വെച്ച് നോക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ ബീറ്റ് ഉണ്ടാവുമല്ലോ, അതൊരു 4 പ്രാവശ്യം വരും വരേക്കും നമ്മൾ കൗണ്ട് ചെയ്യുക, മുഴക്കണുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ 4 പ്രാവശ്യം കഴിഞ്ഞ് എണീച്ച് പോയിക്കൊള്ളുക, പണികളെടുക്കുക, വീട്ടുജോലികൾ ചെയ്യുക, അടിച്ചു വാരുക, പിന്നെ ഫുഡ് ഉണ്ടാക്കുക, അതിനുള്ള പണികളൊക്കെ ചെയ്തോ, പ്രശ്നമില്ല. പിന്നെ ഷുഗർ കണ്ടന്റ് യാതൊന്നും കഴിക്കാൻ പാടില്ല. പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ നല്ല കഴിക്കുക, മുട്ട, പാല്, ഇറച്ചി, മീനൊക്കെ കഴിക്കുക, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഡോക്ടർ പറഞ്ഞു താഴെ ഡയറ്റീഷ്യൻ ഉണ്ട്, ആളെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാൻ. അപ്പോൾ ഡയറ്റീഷ്യൻ എന്താ പറഞ്ഞു? ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷെ കഴിക്കണതൊക്കെ എന്താ ഷുഗർ ആ ഗ്ലൂക്കോമീറ്റർ വാങ്ങാൻ പറഞ്ഞു. ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ഷുഗർ 135 ആണെങ്കിലും കുഴപ്പമില്ല, 135 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളൊക്കെ കഴിക്കുക. പക്ഷെ ഞാൻ ഇപ്പൊ എന്തായാലും ഗ്രീൻ ആപ്പിളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോ എന്താ അങ്ങനെ ഒരു ഫ്രൂട്ട്സ് എന്തായാലും ഒരു ഡെയിലി കഴിക്കണം. നട്ട്സ് 2 അതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കുക. അല്ല, അതിന് പ്രശ്നം വേറൊന്നുമല്ല. വെയിറ്റ് ഇനിയും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആളാണ്, അപ്പോൾ വെയിറ്റ് ഇനിയും കൂടിയാൽ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖപ്രസവത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുട്ടി വെയിറ്റ് കൂടും. കുട്ടി വെയിറ്റ് കൂടുമ്പോൾ ഇപ്പോൾ എന്താണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഹൈറ്റ് കമ്മിയായിട്ടാണ്, പിന്നെ കുറച്ച് തടിയുണ്ട്. അപ്പോൾ വെയിറ്റും കൂടി കൂടിക്കഴിഞ്ഞ് പിന്നെ കുട്ടി കൂടി വെയിറ്റ് ആയി കഴിഞ്ഞാൽ സുഖപ്രസവം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാൻ. അതെ, ശരാശരി ഒരു പിന്നെ കുട്ടി ജനിക്കുന്ന ഒരു നവജാത ശിശുവിനുള്ള വെയിറ്റിനെക്കാളും വെയിറ്റ് കമ്മിയായിട്ട് വേണം പിന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത്, എന്നാൽ മാത്രമേ സുഖപ്രസവം നടക്കുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനുള്ള നമ്മുടെ കടമയാണ്. ഡോക്ടർമാർ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരും, അതനുസരിക്കാനുള്ള നമ്മുടെ കടമയാണ്. അപ്പോൾ നമ്മളനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാതെ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാതെ പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അവരും പറയണതില്ലേ. ഓക്കെ. പിന്നെ ചപ്പാത്തി കഴിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ കഴിക്കുന്ന ഭക്ഷണം 30% അല്ലെങ്കിൽ ഒരു 50% കമ്മിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് 3 ദോശ തിന്നാണെങ്കിൽ 2 ദോശ ആക്കുക, 5 ഇഡലി ആണെങ്കിൽ 3 ഇഡലി ആക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു തോതിൽ ആഹാരം ക്രമീകരിച്ചിട്ട് കഴിക്കുക. ഡയറ്റീഷ്യന് ഡയറ്റ് പ്ലാൻ തന്നില്ലേ? 8 മണിക്ക് ഫുഡ് കഴിക്കുക, 11 മണിക്ക് വീണ്ടും ഒരു ദോശ കഴിക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് ഡയറ്റീഷ്യൻ ഡയറ്റ് പ്ലാൻ തന്നില്ലേ? തന്നു. പിന്നെ അതേപോലെ തന്നെ സലാഡ് നല്ല കഴിക്കാൻ പറഞ്ഞു. കുക്കുംബർ, അതേപോലെ തന്നെ ക്യാപ്സിക്കം, സവാള ഒക്കെ ഇട്ടിട്ട് നല്ല സലാഡ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ആ സാധനങ്ങളൊക്കെ അതിനാ വാങ്ങിയത്, ക്യാപ്സിക്കം ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ നല്ലൊരു സലാഡ് ഉണ്ടാക്കി തരാം. ഓക്കെ, ചെറുനാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞിട്ടിട്ട് സലാഡ് ഉണ്ടാക്കി തരാം. അപ്പോൾ അതൊക്കെ കഴിക്കണം, അതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഞാൻ വേറൊരു സാധനം ഇവളോട് ഞാൻ വാങ്ങാൻ പറഞ്ഞു, പക്ഷേ ഇവൾക്കത് ഗ്യാസിന് പ്രശ്നമുള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ്. എന്താ വെച്ചാൽ ചെറുപയറുണ്ടല്ലോ, ചെറുപയർ മുളപ്പിച്ചത് ഇന്ന് വന്ന ഫ്രഷ് സാധനം ആ മാളിലുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് അതെടുത്തില്ല. ചെറുപയർ ഗ്യാസ് പ്രശ്നമുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ അപ്പൊ അത് കാരണം കൊണ്ട് ഏതായാലും അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം. അപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യം അതാണ്, നമ്മൾ വെറുതെ എന്തെങ്കിലും കഴിച്ചിട്ട് കാര്യമില്ല, കഴിക്കുന്നതിൽ പ്രോട്ടീൻ ഉണ്ടാവണം, അത് മിതമായിട്ട് ലിമിറ്റ് ചെയ്ത് കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. ഓക്കെ. അപ്പോൾ ഇനി ഉമ്മാൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്താണ് ഉമ്മാൻ്റെ അഭിപ്രായം? ഉമ്മ അവിടെ ഒറ്റയ്ക്കൂടെ അടുക്കളയിലുണ്ട്. ഇപ്പോൾ ഒരു പണി ചെയ്തോ, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ ഉമ്മാൻ്റെ അടുത്തിട്ട് കയറിക്കോ. അല്ലെന്നെ നോക്കിയിരുന്നു അല്ലേ. ഉമ്മ ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെ വെക്കുന്നുണ്ട്. എന്താ അമ്മ സ്പെഷ്യൽ ഇന്നത്തെ? സാമ്പാറും ചോറും. ഐഷ്, ഉമ്മൻ്റെ സാമ്പാറുണ്ടല്ലോ, വെറൈറ്റി സാധനം. എനിക്ക് ഉമ്മാനെ ഇഷ്ടപ്പെട്ട കറി ഏതാണെന്ന് അറിയാം ചക്കര എനിക്ക്? ഓ, എങ്ങനെയാ ഇപ്പൊ പറഞ്ഞ രണ്ടാള്? കൈപ്പക്കയും വെണ്ടക്കയും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അല്ല, ആ വെണ്ടക്ക ചാറുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ആയിക്കോട്ടെ, അല്ല മതി കേട്ടോ, അങ്ങനെ മതി. അല്ല അമ്മ, പിന്നെ ഇത് നോക്കി, നിങ്ങള് ഒറ്റയ്ക്ക് വരികണ്ട, ഇവിടെ ഒരാളെ കൂടെ ഒന്നുണ്ട്. ഇന്ന് മുതലുണ്ട്. എന്താ ഡോക്ടർ പറഞ്ഞത്? അധിക നേരം നിക്കണ്ട. അല്ല, എന്താന്നറിയോ, ഭാരമുണ്ട് നല്ല രീതിക്ക്. സ്റ്റെപ്പ് കോണിപ്പടി കയറുക, അതന്നെ. വെള്ളമൊക്കെ കോരാട്ടോ ചക്കരെ. വെള്ളമൊക്കെ കോരാ, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താണ്, മാവ് ആട്ടുകല്ലുമേൽ ആട്ടും അല്ലേ?
വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ നെല്ല് കുത്തുന്ന സാധനല്ലേ, ആ നെല്ലിനെ ഓർക്ക് ചോറായിട്ട് കൊടുക്കേ. നമുക്ക് അങ്ങനെ അല്ല ഇപ്പോഴേ, നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെയാണ് അരിയിട്ട് കിട്ടുന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് കാണാനും ഉണ്ട്. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്. അപ്പോൾ എല്ലാം കേട്ടല്ലോ ചക്കരെ. അപ്പോൾ ഇനി ചെയ്യാനുള്ളതൊക്കെ എൻ്റെ കടമയാണ്. പൂർണ്ണ സപ്പോർട്ട് ഞാൻ കൂടെ ഉണ്ടാവും, അതിലൊന്നും പേടിക്കണ്ട. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ എന്താ വാണേ, അത് തന്നെയാണേ. നിങ്ങളുണ്ടാവൂലേ? അമ്മ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ട്. ചെരുപ്പ് വാങ്ങാം, ഇവിടെ വീട്ടിനുള്ളിൽ ഇടാനുള്ളതല്ലേ? ഓക്കെ, അത് വാങ്ങാം. ഹീലോ, അതെ, സ്പോഞ്ചുള്ള ചെരുപ്പുണ്ട്, നല്ല കംഫർട്ടുള്ളത്, വെയിറ്റ് ലെസ് വെയിറ്റ് ഉള്ള ചെരുപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ നോക്കിയാലോ, അപ്പോൾ പറഞ്ഞു വേണ്ട, പുറത്ത് നോക്കാം. എന്നാ സൈസ് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ വാങ്ങിക്കൊണ്ട് തരായിരുന്നല്ലോ. ഇപ്പൊ തടി കമ്മിയായിട്ടുണ്ട്, കുറച്ച് കറ കുറഞ്ഞില്ലേ, കമ്മിയായില്ലേ? പോയി. ഇങ്ങനെ കാണുന്നവര് പറയും മക്കളെ, കാരണം നിങ്ങൾ പറയും, കാണുന്ന വീഡിയോ കാണുന്നവർക്ക് അറിയാലോ കമ്മിയായിട്ടുണ്ടോന്ന്. എനിക്ക് തോന്നുന്നു കമ്മിയായിട്ടുണ്ട് ഇല്ലേ, കമ്മിയായിട്ടുണ്ട്, വെള്ളമൊക്കെ പോയി. അപ്പൊ വെയിറ്റ് നല്ല കുറയ്ക്കാം. 60 കിലോ ഇപ്പോഴും ഉണ്ട്. അപ്പൊ കുറയ്ക്കണം, നമുക്കത് കുറച്ചിട്ട് താഴേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഹിമാലയ ഫേസ് വാഷിൻ്റെ കാര്യം ആരും മറക്കണ്ട. അപ്പോൾ ഏതായാലും നിങ്ങളിപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്തൊക്കെ പർച്ചേസ് ചെയ്യുക. ബൈ ബൈ.